ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മേക്കപ്പ് ഡേ ഇവിടെ നിന്ന് തുടങ്ങിയാണ്. ചിന്നസേലം. രാവിലെ തന്നെ നമ്മൾ സേലത്തെത്തി. വെളുപ്പിന് 1 മണിയായപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ചിന്നസേലത്തേക്ക് അടുത്ത ട്രെയിൻ കയറി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നൊന്ന് പല്ലൊക്കെ തേച്ചൊന്ന് ഫ്രഷായിട്ട് ഇനിയിപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് നമ്മൾ. షేర్ వరకు ఒక నెంబర్కి 20 రూపీస్ మండపం తీయాలి. നമുക്ക് ഈ റോഡിന് ഓപ്പോസിറ്റ് മണ്ഡപം താണ്ടി പോകുന്നു. നമ്മൾ അവിടെ നിന്ന് അടുത്ത ബസ് വിളിച്ചിട്ട് കള്ളക്കുത്തി സ്റ്റാൻഡിൽ നിന്ന് ബസ് വിളിച്ചിട്ട് അടുത്ത റോഡിൽ ഫുള്ള് ലഗേജ് ചുമന്നത് നടക്കാം. ഇവിടുന്ന് കുറച്ച് മുന്നോട്ടേക്ക് ഒരു 1/2 കിലോമീറ്റർ നടക്കാറുണ്ട്. ഇവിടെ ഓട്ടോ ഒന്നും കിട്ടില്ല. എന്തോ നടനാണ്, എന്താണെന്ന് മനസ്സിലാവുക. 2 പേരും 3 പേരുണ്ട്. ഇന്നിവിടെ നമുക്ക് ഒരു വർക്കുള്ളൂ. നാളെയാണ്. നാളെ 2 വർക്കുണ്ട്. ഒരു വർക്ക് ഇവിടെ ഈ റൂമിൽ തന്നെ വെഡ്ഡിങ്ങും ഉണ്ട്. പിന്നെ നാളെ ഇവിടെ നിന്നൊരു 56 കിലോമീറ്റർ പോകണം. 56 കിലോമീറ്റർ പോയിട്ട് അവിടെ നിന്ന് ഞാൻ കുറച്ച് ദിവസം മുന്നേ ചെയ്ത ഒരു വെഡ്ഡിങ്ങും റിസപ്ഷനും നമ്മൾ മാർത്താണ്ഡത്ത് ചെയ്തായിരുന്നു, തമിഴ്നാട് തിരുവനന്തപുരത്തിനപ്പുറത്ത്. അപ്പോൾ ആളുടെ റിസപ്ഷൻ പരിപാടി ഇവിടെയാണ് നടക്കുന്നത്. നടന്ന് നമ്മൾ കല്യാണ മണ്ഡപത്തിൽ ANB മാരേജ് ഹാൾ, ഇതാണ് നമ്മുടെ മേക്കപ്പ് ചെയ്യാൻ ലൊക്കേഷൻ. ഓഡിറ്റോറിയത്തിൽ വന്നത് വേറൊന്നല്ല, ഫങ്ഷൻ വൈകിട്ടാണ്. നമ്മൾ കണക്റ്റഡ് ട്രെയിൻ ആയതുകൊണ്ട് കറങ്ങി തിരിഞ്ഞൊക്കെ ഇവിടെ എത്താനായിട്ട് എങ്ങനെയാവും എന്ന് അറിഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ ഇന്നലെ അവിടെ നിന്ന് വൈകിട്ടേ പോന്നു. ഇന്നിവിടെ രാവിലെ എത്തി. ഇനിയിപ്പോൾ പോസ്റ്റാണ്, റൂമിൽ ചെക്ക് ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല. സോ നമ്മളിപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് വന്ന്, ഓഡിറ്റോറിയത്തിലിവിടെ ഓൾറെഡി പണിയൊക്കെ നടക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കാം. പൂവിൻ്റെ ഡെക്കറേഷനൊക്കെ ഉണ്ട്. ഇതൊന്നും ഒറിജിനൽ ഫ്ലവറല്ല, ഒക്കെ ആർട്ടിഫിഷ്യലാണ്. പക്ഷെ കണ്ടാൽ ഒറിജിനലായിട്ട് തോന്നുകയും ചെയ്യും. ഇവിടെ ആൾക്കാർ ഇരുന്ന് ഡെക്കറേഷനുള്ള പരിപാടി ചെയ്യുന്നുണ്ട്. വൈകിട്ടുള്ള പരിപാടി. ഇവിടെ കട്ട പോസ്റ്റ്, ഒരു മനുഷ്യനില്ലാത്ത ഓഡിറ്റോറിയം, വെറുതെ ഇങ്ങനെ നടക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഗ്രൂം. ആളുടെ പേര് ഓക്കെ, മുനാസിർ എന്നാണ് ആളുടെ പേര്. ചെന്നൈയിൽ നിന്നാണ്. നമുക്കിപ്പോൾ ആളുടെ മേക്ക് ഓവർ എങ്ങനെയാണെന്നുള്ളത് കാണാം. എയർ ബ്രഷ് മേക്കപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട് എയർ ബ്രഷ് മേക്കപ്പ് ചെയ്തിട്ട്? எப்படி இருக்கு ஏர் ப்ரஷ் மேக்கப்? நல்லா இருக்கு, கொஞ்சம் நேச்சுரலா இருக்கு. எக்ஸ்பெக்ட் பண்ண மாதிரி இருக்கா இல்ல ஓவரா இருக்கா? இல்ல எக்ஸ்பெக்ட் பண்ண மாதிரி ஆல்மோஸ்ட் எடுத்துட்டு வந்துட்டேன். ஆல் குட் பீஸ். ஹேர்லாம் நம்ம நேச்சுரலாக தான் பண்ணியிருக்கேன். பார்த்தா எதுவும் பண்ண மாதிரி இல்லை. அவ்வளோ ஸ்கின் டோனில் தான் நம்ம ஏர் ப்ரஷ் மேக்கப்பே பண்ணியிருக்கு. அதனால இவங்களுக்கு கொஞ்சம் ஓவராக கூட தெரியாது. ஓகே, നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. നമുക്ക് ഗ്രൂമിൻ്റെ വെഡ്ഡിങ് എന്നാണ് വരുന്നത്, ഫങ്ഷൻ വരുന്നതെന്നാണ് മുഹൂർത്തം. അപ്പോൾ 7 മണിക്ക് 7:30ക്കാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 8:30ക്ക് ഫിനിഷ് ആവണം. അപ്പോൾ ഞാൻ ഓഡിറ്റോറിയത്തിലാണ്. ഇവിടെ ഓഡിറ്റോറിയത്തിൽ തന്നെയാണ്, തമിഴ്നാട്ടിൽ മെജോറിറ്റി എല്ലാം ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് അവർക്ക് റൂം കാര്യങ്ങൾ വരുന്നത്. ഇവിടെ തന്നെ നല്ല കാറ്റാണ്. തൊട്ട് ബാക്കിൽ വലിയ ഒരു എന്താ പറയുക, കൃഷിസ്ഥലം, നെൽപ്പാടമല്ല, വേറെ എന്തൊക്കെയോ പല ഡിഫറെൻറ്റ് ടൈപ്സിലോ കൃഷി ചെയ്യണതാണ്. ആകാശമൊക്കെ നല്ല എന്തോ ഒരു രസം ആകാശത്തിൽ മൊത്തം. അപ്പോൾ നമുക്ക് വർക്ക് തുടങ്ങിയിട്ട് കാണാം. ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്നാണ് ഇൻട്രോ ഇന്നത്തെ രാവിലത്തെ എടുത്തത്. ബട്ട്
ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കവർ ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് അവർക്ക് രാവിലെ മേക്കപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു 11-12 മണി സമയത്താണ് അവർക്ക് ഹെയർ തലയിൽ തൊപ്പി വെക്കുന്നതുകൊണ്ട് ഹെയർ പിന്നെ ചെയ്താൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അത് രണ്ടുകൂടി കഴിഞ്ഞിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ നിന്ന്. ബട്ട് ആ സമയമായപ്പോഴത്തേക്കും എനിക്ക് നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള തിരക്കുമായി, അവർക്ക് അവിടെ ഫംഗ്ഷൻ്റെ തിരക്കുമായി. സോ അത് ഞാൻ കുറച്ച് ഷോട്ടുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തിട്ടക്കുടി എന്ന് പറഞ്ഞ പ്ലേസിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 75 കിലോമീറ്റർ സംതിങ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടെ മേക്കപ്പ് തുടങ്ങാനായിട്ട് ഇനിയും ടൈമുണ്ട്. ഇവർ നേരത്തെ എത്തണം എന്നുള്ള ഇതിനകത്ത് 3 മണി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. ഇനിയിപ്പോൾ ഇവർക്ക് 4 മണിക്ക് തുടങ്ങിയാൽ മതി. 4 മണിക്ക് തുടങ്ങിയിട്ട് അവർക്ക് 4:30 5:30 സംതിങ്ങിനാണ് ഫംഗ്ഷൻ വന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം, വിരുദ്ധാചലം. ഇവിടെ നിന്നൊരു 30 കിലോമീറ്റർ പിന്നെയുണ്ട്. നമുക്ക് വെളുപ്പിന് 2 മണിക്കാണ് ഇവിടെ നിന്ന് പിന്നെ കേരളത്തിലേക്കുള്ള ട്രെയിൻ ഉള്ളത്. അപ്പോൾ അതുവരെ ഇവിടെ എവിടെയൊക്കെ തിരിഞ്ഞ് കിടക്കുക. നമ്മൾ വാങ്ങയുടെ കൂളിംഗ് മ്യൂസിക് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. എല്ലാം എടുത്ത് വെച്ച് സ്റ്റാർട്ട് பண்ணி വെച്ചേ ലാസ്റ്റ് എടുക്ക முடியாது. பிகாஸ் அங்கே ரஷ் ஆயிடுச்சு, அவங்களுக்கும் ரஷ் ஆயிடுச்சு, எங்களுக்கும் இங்கே வரதுக்கான ബ്രഷ് ചെയ്യാനുള്ളത് എയർ ബ്രഷ് മേക്കപ്പ്. ഗ്രൂംസിന് എയർ ബ്രഷ് എല്ലാം ചെയ്യുന്നത് കുറവാണ് ഉണ്ടാവുള്ളൂ തോന്നുന്നു. മെജോറിറ്റി ആൾക്കാരും HD മേക്കപ്പ് ഒക്കെ ചെയ്യണുള്ളൂ ഗ്രൂംസിന്. അപ്പം നമുക്ക് സ്കിൻ ടോണിലും ഗ്രൂംസിന് എയർ ബ്രഷ് മേക്കപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫൗണ്ടേഷൻ അല്ല, ജസ്റ്റ് എയർ മാത്രമേ അടിക്കണുള്ളൂ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. എന്തോരം ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് സ്കിൻ ടോൺ. നമ്മളിപ്പോൾ ആൾക്ക് എയർ ബ്രഷിൽ സ്കിൻ ടോൺ മേക്കപ്പാണ് ചെയ്തിരുന്നത്. ആളുടെ ബിഫോർ സ്കിൻ ടോണും ആഫ്റ്റർ സ്കിൻ ടോണും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുണ്ടാവുമല്ലോ. ഓൾറെഡി നമ്മൾ തുടക്കം തൊട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആളുടെ എക്സാക്ട് സ്കിൻ ടോണിൽ തന്നെ ബട്ട് കുറച്ച് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് എയർ ബ്രഷ് മേക്കപ്പ് ഗ്രൂംസിന് ചെയ്യാൻ പറ്റും. ആ ഒരു മെത്തേഡാണ് ഇപ്പോൾ ഞാൻ അത് കാണിച്ചത്. June 24th 28th நாங்கள் மார்த்தாண்டத்தில் ஆல்ரெடி உங்களோட என்கேஜ்மெண்ட் அப்புறம் வெட்டிங். இப்போ ரிசப்ஷனுக்காக கடலூர் டிஸ்ட்ரிக்டில் திட்டிக்குடியில் வந்திருக்கேன். അപ്പോൾ വളരെ മാരീഡ് ലൈഫ്. അപ്പോൾ മേക്കപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ചെയ്ത മേക്കപ്പിനെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മേക്കപ്പിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിലോ എന്തുണ്ടെങ്കിലും കമൻ്റായിട്ട് ചോദിക്കാം. നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. പിന്നെ നമ്മൾ ക്ലാസ്സൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെന്നൈയിലും എറണാകുളത്തും കാസർഗോഡുമാണ് ഇപ്പോൾ നിലവിൽ ക്ലാസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം. അപ്പോൾ അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.